നമ്മുടെ MBA സ്പോർട്സ് പൂക്കേലെ ഷോപ്പിന് ഇനോഗ്രേഷൻ ആണ്. നമ്മുടെ ജാസിറിനൊക്കെ ടീം കളത്തിലിറക്കി. കോഴിക്കോട് നിന്ന് ഉസ്താദും വന്ന് ഉദ്ഘാടനം കഴിഞ്ഞു. ഉസ്താദിന്റെ ദിക്കറും കഴിഞ്ഞ് ചീരിഞ്ഞും കഴിച്ച് നമ്മളെ കണ്ടുപോയത് ഈ പ്രീമിയം ബൂട്ടുമുക്ക. ഈ മുതൽ നമ്മൾ ഇങ്ങൾക്കും വേണ്ടി ഇങ്ങോട്ട് ചോദിച്ചു വാങ്ങി. ഈ മുതൽ കിട്ടാൻ വേണ്ടിട്ട് ഇവരെ രണ്ട് പേജ് നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കണ്ട് കമന്റ് ബോക്സ് തിജിട്ട് കത്തിച്ചു. ജനുവരി 10 ബാക്കിയുള്ളവന്റെ പേരേക്ക് മുതലെത്തും. നമ്മുടെ നാട്ടിൽ ഒരു കട പറഞ്ഞിട്ട് നമ്മളെന്തെങ്കിലും വാങ്ങാതെ പോയാൽ അത് നമുക്ക് മോശം. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് ഒരു ജെയ്സി വാങ്ങി. അവിടുന്ന് ഇറങ്ങി നേരെ മൂസിന്റെ പേരെ പോയിട്ട് അവന്റെ സുഗും ഷർട്ട് എടുത്തുകൊണ്ട് അവന് വൈക്കുന്ന ബുക്കിംഗ് കണ്ട് നേരെ വിട്ട് കല്യാണ പേര് ഇപ്പൊ പഞ്ചായത്ത് ഇളക്കി. ഇവനാണ് പിന്നെ നമ്മളെ ഫുഡ് അടിക്കണേൽ ആശാൻ. തിന്നായിരുന്നാലും പിന്നെ സൂപ്പർ കൂൾ ഒട്ടിച്ച അവിടെ തന്നെ കുത്തിരിക്കും. ഇവന്റെ പിന്നെ പറയണ്ട പള്ളയിൽ കൊക്കപ്പുയ്യ. പിന്നെ ഇവർക്ക് രണ്ടാക്കും കണ്ണേറട്ടായിരിക്കാൻ വേണ്ടി കൊണ്ടുപോകണം. എവിടെ കല്യാണത്തിന് പോയാലും പെണ്ണിനും ചെക്കനും കാണാതെ മൂക്കറ്റ് നിന്ന് വരില്ല. ഈ പ്രാവശ്യം കണ്ടു ഉപ്പിമ്മ ഫോട്ടോ വെച്ച എന്തായാലും നന്നായി. അവരെ കാണാൻ പറ്റിയല്ലോ. ഹൈർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ സുക്കൂറിന് മധുരമാണ്. തിന്നായിരുന്ന അവന്റെ ഉമ്മ ചീത്ത അറിയില്ല. അടുത്ത വധൂരിക്ക് അതേമാതിരി കൊണ്ടേ തൊള്ളയെ വെച്ചു കൊടുത്തപ്പോൾ ഒരു ചായ മറ്റേലും നോട്ട്. എനിക്ക് പിന്നെ കാൽമെന്നിട്ട് കയറി വന്ന പിന്നെ മാണ്ട നമ്മൾ കണ്ടപ്പോൾ പിള്ളേരെല്ലാരും കൂടി പടളിക്കറി. പിന്നെ വല്യമാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പേരേക്ക് പാർസലും ഉണ്ട്. അതും കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോഴാണ് സ്നേഹിതന്മാരെല്ലാരും കൂടി ബർത്ത്ഡേ എന്ന് പറയും. അപ്പൊ ഞാൻ ചോദിച്ചു ആരെ ബർത്ത്ഡേ? അപ്പൊ അവര് പറഞ്ഞ എന്റെ ബർത്ത്ഡേ തന്നെ. ഇങ്ങനത്തെ സ്നേഹിതന്മാരെ കിട്ടണമെന്നുണ്ടെങ്കിൽ പുണ്യം ചെയ്യണം. കേക്ക് മുറിച്ച് എല്ലാ സ്നേഹിതന്മാരെ അണ്ണാക്കി ഓരോരോ കഷ്ണം വെച്ചു കൊടുത്തു. അവരെ സന്തോഷമാണ് നമ്മളെ സന്തോഷം. കാലാകാലം അങ്ങനെ തന്നെ ആയാൽ മതി. ആമീൻ. എന്തായാലും ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഞാൻ മറക്കൂല. എന്നെ സന്തോഷിപ്പിച്ചവർക്കൊക്കെ നന്ദിയുണ്ട്. നന്നായി വരും. ഞാനും എന്റെ കുടുംബം കഴിഞ്ഞ കഥ.